പറ്റുമോ എനിക്കറിയില്ല, ഒരു ആള് ഹാഫ് ഗേൾ ഫ്രണ്ട് ആവാൻ പറ്റുമോ എനിക്കറിയില്ല. എന്തായാലും അദ്ദേഹത്തിന്റെ വളരെ വ്യാഖ്യാതമായ ഒരു നോവലാണ് ഹാഫ് ഗേൾ ഫ്രണ്ട്. അതൊരു പ്രണയ നോവൽ എന്ന് വേണം നിങ്ങൾക്ക് പറയാം, പക്ഷെ അതിനപ്പുറത്ത് ഒരുപാട് തലങ്ങൾ ആ നോവലിലുണ്ട്. ഈ മുഖ്യ കഥാപാത്രം ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി കാമുകിനെ സമീപിക്കുകയാണ് അവസാനം. എന്തിനാണ് ഇംഗ്ലീഷ് പഠിക്കുന്നത് അറിയോ? പകുതി ഇംഗ്ലീഷ് പഠിച്ച് ഒരു നഗരത്തിൽ വലിയ സ്കൂളിൽ ചെന്നപ്പം ചെറബറാന്ന് പറയുന്ന ഒരു ഗേൾ ഫ്രണ്ടിനെ അവിടെ കിട്ടിയത്. പക്ഷെ അവര് നല്ല സുഹൃത്തുക്കളാകുന്നു, എല്ലാ കാര്യങ്ങളും പരസ്പരം പങ്കു. ഇങ്ങനെ കഥ കയറി പോയി അവസാനം വേർപിരിയാണ്. വീണ്ടും ഗ്രാമത്തിൽ തിരിച്ചു വന്ന ആ ഒരു കഥാപാത്രം തന്റെ സ്കൂള്, ശോചനീയമായ ആ സ്കൂള് ഒന്ന് പുതുക്കി കാണലാണ് ഇയാളുടെ ആഗ്രഹം. അപ്പം കേട്ടു ബിൽഗേറ്റ്സ് എന്ന ഒരു സോഫ്റ്റ്വെയർ ലോകത്തിന് കാട്ടിക്കൊടുത്ത ഒരാളുണ്ട്. അദ്ദേഹം ചാരിറ്റി നടത്തുന്നുണ്ട്. ലോകത്തെമ്പാടും വളരെ ചാരിറ്റി നടത്തുന്ന ബിൽഗേറ്റ്സിനെ കേന്ദ്ര കഥാപാത്രമായിട്ട് അതിൽ അവതരിപ്പിക്കുന്നുണ്ട്. പക്ഷെ ബിൽഗേറ്റ്സിന്റെ ക്ഷണിച്ചു കൊണ്ടുവന്ന ആര് നല്ലൊരു പ്രഭാഷണം നടത്തും? ചേതൻ ഭാഗത്ത് വളരെ മനോഹരമായിട്ട് കോരിയിട്ട ആ വാക്ക് എങ്ങനെയാണ്? ഈ ആള് പറയാണ്, ഞാൻ തയ്യാറാണ്, പക്ഷെ എനിക്ക് ബിൽഗേറ്റ്സ് സംസാരിക്കുന്നത് പോലുള്ള ഇംഗ്ലീഷ് അറിയില്ല. അങ്ങനെ വീണ്ടും പോവാണ്. ചെന്ന് പെടുന്ന സ്ഥലത്ത് പഴയ ഈ ക്ലാസ്മേറ്റ് ആണ് ക്ലാസ് എടുക്കുന്നത് ഈ ഇംഗ്ലീഷ്. അങ്ങനെ വീണ്ടും നന്നായി ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ട് നാട്ടിൽ തിരിച്ചെത്തുകയും ബിൽഗേറ്റ്സിനെ ആ സ്കൂളിന്റെ ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുകയും വളരെ മനോഹരമായിട്ട് അതിന്റെ ശോചനീയാവസ്ഥ, ആ നാടിന്റെ അവസ്ഥ, ആ ഗ്രാമം, എല്ലാം ബിൽഗേറ്റ്സിന്റെ മുമ്പിൽ വളരെ ഹൃദയസ്പർശിയായിട്ട് അവതരിപ്പിക്കുകയാണ് ഈ കഥാപാത്രമായി ചെയ്യുന്നത്. പുസ്തകം ഒന്നായിട്ട് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് അതിന്റെ എല്ലാ സ്ഥലങ്ങളും 2ഉം 3ഉം ഗഡുക്കളായിട്ടാണ് ബിൽഗേറ്റ്സ് ഫണ്ട് അനുവദിക്കാറ്. പക്ഷെ ആ സ്കൂൾ വളരെ മനോഹരമായിട്ട് സ്മാർട്ട് സ്കൂളാക്കാൻ വേണ്ടി ഒറ്റയടിക്കൽ ഇയാളെ പ്രസംഗം കേട്ടിട്ട് ബിൽഗേറ്റ്സ് തയ്യാറാവാണ്. എന്തായാലും ചേതൻ ഭഗത് അതിലൂടെ പറയാൻ ശ്രമിച്ചതും ഞാൻ മനസ്സിലാക്കുന്നത് പുതിയ തലമുറയ്ക്ക് എന്താണോ കൊടുക്കേണ്ടത്. ഇവര് വായിക്കുന്നില്ല വെറുതെ പറഞ്ഞ് ഒച്ചപ്പാടുണ്ടാക്കി നടക്കുകയാണ് നമ്മുടെ സമൂഹം. വലിയ ഒറ്റ അട്ടി പുസ്തകം ഉണ്ടാവും. വൈക്കം മുഹമ്മദ് ബഷീർ ബാല്യകാലസഖി എഴുതിയപ്പോൾ 425 പേജ് ഉണ്ടായിരുന്നു പറയാം. ആറ്റി കുറുക്കി തലയ്ക്ക് ഒറ്റ പിടിച്ചത്. അവസാനം ആറ്റി കുറുക്കി 124 പേജൊക്കെ ആകെ ബാല്യകാലസഖിക്കുന്നുള്ളൂ. ഇന്നും ലോകത്ത് ചർച്ച കൊണ്ടുപോകുന്ന നോവലാണോ, അത് കഥയാണോ, ആത്മകഥയാണോ, പ്രബന്ധമാണോ, ഇന്നും ബാല്യകാലസഖി ചർച്ചയിലാണ്. ഇവിടെ 125 പേജുള്ള ഈ പുസ്തകം. അങ്ങനെയാണ് അയാള് കിരീടം വെക്കാതെ ഒരു രാജ്യത്തിന്റെ സുൽത്താനായി മാറിയത്. ബഷീർ എങ്ങനെ എഴുത്തുകാരനായി എന്ന് ചോദിക്കുന്ന ഒരാളോട് മറുപടി പറയുന്നുണ്ട്, പണി കിട്ടാതെ ഞാനിങ്ങനെ ഇന്ത്യ പര്യടനമൊക്കെ കഴിഞ്ഞിങ്ങനെ നടന്നിങ്ങനെ എത്തിയ സമയത്ത് ഒരു മനസ്സിലൊരു ഉൾവിളി, കുറെ അനുഭവങ്ങൾ ഉണ്ടല്ലോ, അതിന് കുറച്ച് നുണയും കൂടി കൂട്ടിയാണ്ട് എഴുതാം. അങ്ങനെ ഞാനൊരു എഴുത്തുകാരായി പറയുന്നുണ്ട്. അപ്പൊ എനിക്ക് ഇവിടെ സ്വതന്ത്രം പറഞ്ഞ നൂറ പറഞ്ഞ ഒരു വാക്ക്, ഒന്ന് ഉയർന്നു പോകണം എന്നുള്ള ഒരു 5ഓളം ഡെവലപ്മെന്റ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ ജജവി? എന്തായാലും ആ പേരും അനർത്താണ്. ചിറക് പക്ഷ ആഘാതമായിക്കൂടാ കേട്ടോ. പക്ഷാഘാതം എന്ന് പറയുമ്പോൾ ഒരു ഭാഗത്തെ ചിറക് കൊയ്യണം. അതുകൊണ്ട് നിങ്ങൾ ഈ ചിറക്, എന്റെ ചിറകിന് ആകാശവും നീ തന്നു എന്ന ആത്മശിഖരത്തിൽ ഒരു മാഷ ബാക്കി പാടി ആത്മശിഖരത്തിൽ ഒരു കൂട് തന്നു അല്ലേ? എന്ന ആത്മശിഖരത്തിൽ ഒരു കൂട് തന്നു അല്ലേ? എന്റെ ചിറകിനാകാശവും നീ തന്നു, എന്ന ആത്മശിഖരത്തിൽ ഒരു കൂട് തന്നു അല്ലേ? അപ്പൊ ഈ ആത്മശിഖരത്തിൽ ഒരു കൂട് തരാൻ കഴിവുള്ള ജയജീവിന്റെ കുട്ടിപ്പട്ടാളമായിട്ട് ഈ സമൂഹം മാറട്ടെ. എന്നെ എപ്പോഴും നിങ്ങളുടെ മുമ്പിൽ എത്തിച്ച എൻ്റെ ആ ഒരു പ്രൈമറി അധ്യാപകനുണ്ട്, വിമല മാഷ്. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം ആദ്യം പാടി കേൾപ്പിച്ച ഒരു കവിത ഞാൻ നിങ്ങൾക്ക് വേണ്ടി പാടുകയാണ്. നിങ്ങൾ ഏറ്റുപാടണം. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ ഞാൻ എല്ലായിടത്തും പാടാറുണ്ട്. കാരണം നമ്മളെ ഗുരു അങ്ങനെയാണല്ലോ, മാതാവും പിതാവും കഴിഞ്ഞാൽ പിന്നെ ഗുരുവല്ലേ. അതുകൊണ്ട് മേൽപോട്ട് നോക്കടിച്ചത്തി, ഓക്കെ, മേൽപോട്ട് നോക്കടിച്ചത്തി, ഒന്ന് കൈ ഉയർത്താം. എയറോപ്ലെയിൻ പോണത് കണ്ട
അയ്യയ്യോ ദാരുടെ വേല, സായിപ്പന്മാരുടെ വേല. എന്ത് മനസ്സിലായി? നോക്കുമ്പോ മുകളിലോട്ട് തന്നെ നോക്കണമെന്നോ, അത് എയറോപ്ലെയിനിലേക്ക് തന്നെ നോക്കണമെന്നോ. അത് പടിഞ്ഞാറ് മാത്രമല്ല, നമ്മൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മൾക്കും കഴിയാ എന്നൊക്കെ മാഷ് പറയാൻ ശ്രമിച്ചായിരിക്കും. എന്നാലും ആദ്യം ചൂരലില്ല എന്തിന് ചൂരലെന്തിന് കയ്യിൽ ചൂടിയില്ലല്ലോ പുലി വീരന വിദ്യാർത്ഥികൾ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ചൂരലില്ലാതെ ഞങ്ങളെ പഠിപ്പിച്ച ഒരു മാഷായിരുന്നു ജോല മാഷ്. അദ്ദേഹമാണ് എനിക്ക് കവിതകൾ ഇങ്ങനെ വെച്ചു പിടിപ്പിച്ചത്. എന്തായാലും ഒരു വർഷം നല്ല വെല്ലുവിളി നടന്നതാണെന്നാണ് ഈ ഫസൽ മാഷി അതേപോലുള്ള ഇതേപോലുള്ള ബിബികൾ അസഫ് മാഷൊക്കെ പറയുന്നത്. എന്താണ് ആ വെല്ലുവിളി എനിക്കറിയില്ല. എന്തായാലും ഞാൻ എനിക്ക് ആർക്ക് കടക്കണില്ല. ഈ വെല്ലുവിളികളൊക്കെ നേരിടാൻ പുതിയ ഷിഫയുടെ നേതൃത്വത്തിൽ കഴിയട്ടെ. മുഖത്തന്നെ നല്ല ഒരു ലക്ഷണം കാണുന്നുണ്ട്. ഏതൊരു യുദ്ധവും ജയിച്ചു വരാൻ പാകത്തിലാണ് ആ യുദ്ധം. ഇല്ല, ഏതൊരു യുദ്ധവും ഇങ്ങോട്ട് വരട്ടെ എന്നുള്ള അറ്റാക്കിലാണ് ആ യുദ്ധം. കഴിയുമെന്നുള്ള ഉത്തമ വിശ്വാസം എനിക്കുണ്ട്. എല്ലാവിധ ആശംസകളും ഇവിടെ എത്തിപ്പെടാൻ ഒരു ഭാഗ്യമാണെന്നാണ് തോന്നുന്നത്. ഇന്നൊരു കുടുംബ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ അനിശ്ചിതനായ അമരക്കാരനാണ് നിൽക്കുന്നത്. ഞങ്ങളുടെ കുടുംബത്തിൽ എൻ്റെ പെങ്ങളുടെ ഭർത്താവാണ്. ഇദ്ദേഹമാണ് ഇതിൻ്റെ ഈ ചിറകുകൾ. അപ്പം അതുവഴിയാണ് നേരത്തെ എത്തിപ്പെട്ടിട്ടുണ്ട് അല്ലേ? നേരത്തെ ഞാൻ കണ്ടിട്ടുണ്ട്. അന്നും എനിക്ക് തോന്നിയതാണ്. പക്ഷെ ഇങ്ങനെ ഒരു അവസരം തരുന്നു, ഒരു മഹാനായ ഒരു നേതാവിന് പകരക്കാരനായിട്ട് ഈ വേദിയിൽ എന്നെ കയറ്റി നിർത്തുന്നു. അസഫ് മാഷെ പോലെ, മോട്ടിവേറ്ററെ പോലെ, അമിത് മാഷെ പോലെ, അതേപോലെ സന്തോഷ് പോലെ ഇത്രയും ആളുകളെ മഹത് വ്യക്തിത്വമുള്ള ഒരു വേദിയിൽ കയറ്റിയിരുത്തും സംസാരിപ്പിക്കും എന്നുള്ളത് ഒരിക്കലും ആലോചിച്ചിട്ടില്ല. അതുകൊണ്ട് ഒറ്റ വാക്കിൽ എല്ലാവരോടും, എൻ്റെ സഹോദരി സഹോദരന്മാരോടൊക്കെ ഉള്ള നന്ദി, സംഘാടകരോടുള്ള നന്ദി ഒറ്റ വാക്കിൽ ഇവിടെ അറിയിക്കുന്നു. താങ്ക് യു. ജയ് ഹിന്ദ്.